എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മളിപ്പം കൊച്ചിയിലെ വാട്ടർ മെട്രോയിലോട്ട് കയറാൻ പോവാണ്. വാട്ടർ മെട്രോ സ്റ്റേഷനാണ് അവിടെ കാണുന്നത്. കാക്കനാട് ടെർമിനൽ. ഇവിടുന്നാണ് വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം. ഈ കാണുന്നത് കൊച്ചിയിൽ പുതിയതായിട്ട് ഇറക്കിയ വാട്ടർ മെട്രോയിലും നമ്മുടെ മെട്രോ റെയിൽവേ സ്റ്റേഷനൊക്കെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്ന മെട്രോ ബസ്സാണ്, ഇലക്ട്രിക് ബസ്സാണ്. നമ്മളും ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറുവാണ്. പാട്ടിലൊക്കെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഷോർട്സിനകത്ത് പാട്ടിട്ട് അതിനകത്ത് അടിപൊളി ഗായകൻ ചേച്ചി പപ്പ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇന്നത്തെ പരിപാടി. അതൊക്കെ നമ്മൾ തൃപ്പൂണിത്തുറ കോട്ടയൊക്കെ പോകുന്ന വഴിയിലെ പാലമാണ് കാണുന്നത്. ഇതാ കൊച്ചി വാട്ടർ മെട്രോ കാക്കനാട്. ഒരാൾക്ക് എത്രയാണ്? വൈകിട്ടവന് 30 രൂപയാണ്. ഒരാൾക്ക് 30 രൂപയാണ്. ഇവിടുന്ന് വൈറ്റില വരെയാണ് ഇറങ്ങാൻ പറ്റുന്നത്. വൈറ്റില പോയിട്ട് നമുക്ക് മെട്രോ ട്രെയിൻ എടുത്തിട്ട് MG റോഡിൽ ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഇരിക്കണം. ഇവിടെയാണ് വെയിറ്റിങ്ങിൻ്റെ സ്ഥലം. അപ്പോൾ കൊള്ളാം കേട്ടോ. ഇവിടെ അതിൻ്റെ നിബന്ധനകളൊക്കെ, ടിക്കറ്റിൻ്റെ നിബന്ധനകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. യാത്ര അവസാനം വരെ ടിക്കറ്റ് സൂക്ഷിക്കുന്ന ഒരു ബോട്ടിൽ യാത്ര ചെയ്യാവുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം, സ്റ്റേഷനകത്തും ബോട്ടിനകത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. അകത്തോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ടിക്കറ്റ് ടാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടാപ്പ് ചെയ്തിട്ട് വേണം കയറാനായിട്ട്. പോലെ അല്ലേ? ഇതാണ്. അത് മാറത്തില്ല, തന്നെ തള്ളിപ്പോരണം. താങ്ക് യു. മെട്രോ വരുന്നു. അത് വരുമ്പോൾ മാത്രമേ നമ്മളെ അങ്ങോട്ട് വിടത്തുള്ളൂ കേട്ടോ ചാ. വാട്ടർ മെട്രോ. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യൂവിൽ നിന്ന് ഓരോരുത്തരായിട്ട് മുമ്പോട്ട് പോവാണ്. ഇവിടെ ആണ് സ്റ്റേഷൻ. വിശാലമായിട്ടുള്ള കായൽ, കൊച്ചി കായൽ കാണാം. നമ്മൾ വാട്ടർ മെട്രോയിലോട്ട് കയറാൻ പോവാണ്. ഇവിടാണ് അതിൻ്റെ എൻട്രൻസ്. അടിപൊളി സെറ്റപ്പാണ്. അകത്തെ വാട്ടർ മെട്രോയുടെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത്. കൊച്ചിൻ വാട്ടർ മെട്രോയുടെ ഉൾവശം. വരും പപ്പ, ഇടുവാ എല്ലാവരും അങ്ങനെ നിരന്ന് അച്ചടക്കത്തോടു കൂടി നല്ല കുട്ടികളായിട്ട് വാട്ടർ മെട്രോയിൽ ഇരിക്കുകയാണ്. ഷാർപ്പ് ടൈമിൽ തന്നെ നമ്മുടെ മെട്രോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 1:05 എന്ന് പറയുന്ന ടൈമാണ് പറഞ്ഞത്. 1:05 തന്നെ മെട്രോ സ്റ്റാർട്ട് ചെയ്തു. കാക്കനാടിൻ്റെ ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മെട്രോയുടെ സ്റ്റേഷനുള്ളത്, വാട്ടർ മെട്രോയുടെ സ്റ്റേഷൻ. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇരുമ്പനം ബ്രിഡ്ജ് നിങ്ങൾക്ക് കാണാം. നമ്മുടെ തൃപ്പൂണിത്തുറ കോട്ടയൊക്കെ പോകുന്ന ബ്രിഡ്ജാണ്. ചെറിയൊരു വീട് ഞാൻ നിങ്ങളെ കാണിക്കാൻ. നല്ല സൈറ്റായിട്ടുണ്ട്, നല്ല രസമുണ്ട് ആ വീട് കാണാനായിട്ട്. നോക്ക്, ചെറിയ വീട്. ആ ബോർഡിൽ നിങ്ങൾക്ക് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ഫ്ലൈറ്റിനകത്തെ പോലെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നേക്കാം. ഇവിടെ എല്ലാം തന്നെ ലൈഫ് ജാക്കറ്റുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സീറ്റിൻ്റെ അടിയിൽ ലൈഫ് ജാക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റാണ്. അതിൻ്റെയൊക്കെ രീതികളാണ് ആ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. കൊക്കുകൾ ഇരിക്കുന്നത് കാണാം. കൊച്ചിയുടേതായിട്ടുള്ള വലിയ കെട്ടിടങ്ങളും ഇൻഫോ പാർക്കിൻ്റെതായിട്ടുള്ള കെട്ടിടങ്ങളും ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഹൗസ് ബോട്ടൊക്കെ ഉണ്ട്. റിസോർട്ടുകൾ, പ്രൈവറ്റ് റിസോർട്ടുകൾ. അതോ ആരുടെ വീടാണെന്ന് തോന്നുന്നു. 4 കെട്ടൊക്കെ ഉള്ളൊരു വീട് അവിടെ കണ്ടോ. അതിൻ്റെ മുമ്പിലായിട്ടൊരു ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ഇംഗ്ലീഷ് സ്റ്റൈലിൽ നല്ല അടിപൊളി കോട്ടേജ്. നോക്കി, വാട്ടർ ഫ്രണ്ട് പുറത്തൊക്കെ ഇരിക്കാം. അടിപൊളിയാണ് കോട്ടേജുകളൊക്കെ. നോക്കും, ബോർഡർ നോക്കിയേ.
കേരളത്തിൻ്റെ മനോഹരമായ കായൽ തീരം കണ്ട ചെറിയ ചെറിയ കളിയോടങ്ങൾ ഇവിടെ ഉണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബോട്ടുകൾ നോക്കൂ. ഇതെന്താണെന്ന് അറിയാൻ പറ്റും, പ്രധാനപ്പെട്ട ഒരു സസ്യജാലങ്ങളാണ്. ഇത് കണ്ടൽ കാടുകളാണിത്. ഇത് നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ നിന്നും മണ്ണൊലിപ്പിൽ നിന്നുമൊക്കെ പ്രകൃതിയെ രക്ഷിച്ചു നിർത്തുന്ന പ്രകൃതിദത്തമായ നാച്ചുറലായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥിതിയാണ് ഈ കാണുന്നത്. കണ്ടൽ കാടുകൾ, കണ്ടൽ ചെടികളാണത് കേട്ടോ. കണ്ടൽ കൈത, എന്നാൽ അത് ഗ്രീനറി ആക്കുകയും ചെയ്യും. നല്ല മനോഹരമായൊരു സ്ഥലമാക്കി അത് മാറ്റും. ഇവിടെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, വഴി നിർണ്ണയിക്കുന്ന ലൈറ്റുകൾ, നങ്കൂരം ഇടുന്ന കുറ്റികളൊക്കെ കാണാം. കാക്കനാട്ടോട്ട് പോവാം. അവിടെ വീട്, ഈ വീട് കണ്ടോ? വീടാണ് എന്തോ. നല്ലൊരു പട്ടിക്കുട്ടി കുളിക്കുന്നു. മീൻ നാഷണൽ ജിയോഗ്രഫി. നമ്മുടെ കൊച്ചിയിലെ കായൽ തീരങ്ങളിൽ കാണാറുണ്ട് ചീനവലയാണ്. കൊച്ചിയിൽ വളരെയേറെ ഡിമാൻഡുള്ള ഒരു സംഗതിയാണ് വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർ ഫ്രണ്ട് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, ഒരു വില്ല പ്രോജക്റ്റാണ്. കണ്ടോ, അടിപൊളിയായിട്ടുള്ള വില്ല. രണ്ട് സൈഡിലുണ്ട്. വേണ്ട അടുത്ത ഒരു വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളൊരു ഹോട്ടലുണ്ട്, മെർമെയ്ഡ് ഹോട്ടൽ. ഇവിടെ കാണാൻ നിങ്ങൾക്ക് കണ്ടോ, അത് നോക്കൂ. അടുത്ത ഒരു അതിമനോഹരമായിട്ടുള്ള വില്ല കണ്ടോ, നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വൈറ്റില വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനുള്ളത്, ബസ് മൊബിലിറ്റി ഹബ്ബ് ഉള്ളത്, അമ്പരചുംബികളായിട്ടുള്ള ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. വളരെ സേഫ്റ്റി ആയിട്ടുള്ളൊരു യാത്രയാണ് വാട്ടർ മെട്രോ നമ്മൾ നടത്തിയത്. അതാ ഇവിടെ നിങ്ങൾക്ക് വേറെ സംഭവം കാണാം, നീർക്കാക്ക. ഒരുപാട് നീർക്കാക്ക വെള്ളത്തിനകത്ത് മൂന്നാം കുഴിയിട്ട് മീനുകളെ പിടിച്ച് ശാപ്പിടുന്ന നീർക്കാക്കകളെ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു വാട്ടർ മെട്രോ ബോട്ട് സർവീസിനായിട്ട് തയ്യാറാകുന്നുണ്ട്. നമ്മുടെ ബോട്ട് ഇപ്പോൾ തീരത്തോട് അടുപ്പിക്കുകയാണ്. ഇതിൻ്റെ പേര് കണ്ട അഴീക്കൽ. അടുപ്പിച്ചിട്ട് നമ്മൾ ഈ ബോട്ടിലൂടെ കയറി ആ ബോട്ടിലൂടെ കയറി അപ്പുറത്ത് ഇറങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്രക്കാരെല്ലാം ഇറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ്.
ക്രമമായിട്ട് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോവാം. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ, അതായത് മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. വൈറ്റില മൊബിലിറ്റി ഹബ്ബ്. ഇവിടെ നിന്നാണ് പല സ്ഥലത്തേക്ക് വണ്ടികൾ പോകുന്നത്. ഇവിടെ ട്രാൻസ്പോർട്ട് നമ്മുടെ കായംകുളം, എറണാകുളം, തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ അവിടെ, ബാംഗ്ലൂർ വണ്ടികൾ, മൈസൂർ വണ്ടികളെല്ലാം തന്നെ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇതാണ് മൊബിലിറ്റി ഹബ്ബ്. ഇതാ കാണുന്നതാണ് വൈറ്റില മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ വണ്ടി കയറിയിട്ട് MG റോഡിലേക്കാണ് പോകുന്നത്.